Hi students. So നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെർഷ്യറി മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 8 ലെ fourth question എന്ന് വെച്ചാൽ ഫൈനൽ ക്വസ്റ്റ്യൻ. തുടങ്ങാം. Okay. The 10th term of arithmetic sequence is 56 and its 11th term is 51. What is its first term? അപ്പോൾ രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു. അപ്പോൾ നമുക്ക് ചെയ്തു പോവാം. സെയിം പാറ്റേൺ അല്ലേ, ഈ എക്സസൈസ് എല്ലാം സെയിം പാറ്റേൺ അല്ലേ, നമുക്ക് ആ പാടെ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ. എന്തുവാ ദ 10th term ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ്. 10th term തന്നിട്ടുണ്ട്, നമുക്ക് എങ്ങനെ എടുക്കുന്നത്? A10 തന്നിട്ടുണ്ട്. എന്തുവാ 56. A10 നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്തുവാ നമുക്ക് എന്തെങ്കിലും A11 എത്രയാടാ? 51. അത്ര ഉള്ളല്ലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ എ കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എ, അത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ. അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ നമുക്ക് അടുത്തടുത്ത ടേംസ് ആണ് അല്ലേ, 10, 11 നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സോ കോമൺ ഡിഫറൻസ് നമുക്ക് അല്ലേ അടുത്തടുത്ത ടൈം ആണെങ്കിൽ എപ്പോഴും തലയ്ക്കകത്ത് എന്ത് പറയണം? കോമൺ ഡിഫറൻസിന്റെ സാധനം പറയണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാടാ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും. അത് വേറൊരു പ്രോബ്ലം ആണ്. ഇപ്പൊ ഇത് അടുത്തടുത്ത ടൈമുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, A10 വന്നു, A11 വന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളാ. ഇതിന്റെ അല്ലാത്തൊരു രീതി നമ്മൾ അടുത്ത പാർട്സിലൊക്കെ പഠിക്കും. അപ്പൊ അതെങ്ങനെയാ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. പക്ഷെ ഇതെങ്ങനെയാ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് കോമൺ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്തുവാ CD എന്ന് പറയുന്നത് 51 മൈനസ് 56 ആണ് അല്ലെ, നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ നമുക്കിത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അല്ലെ? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ അല്ലെ. അപ്പൊ ഇത് വലുതാണ്, അതിന് ചെറുത് കുറയ്ക്കുമ്പോൾ 5 കിട്ടും. വലുതിന്റെ സൈൻ എന്തുവാ? നെഗറ്റീവ് ആണ്. -5 ഇട്ട് കൊടുക്കുക, മറക്കരുത്. ഇനി നമുക്ക് ഫോർമുല അല്ലെ, നമുക്ക് ഡയറക്റ്റ് AN ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും AN കണ്ടുപിടിക്കണമെങ്കിലും അല്ലെ, A ആണ് കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ എന്തുവാ ANന്റെ ഫോർമുല തന്നെ. നമുക്ക് എന്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ അല്ലെ. എന്തുവാ AN = A + n-1 × D. ഓക്കെ, ഇതിനകത്ത് നമുക്ക് A അറിയത്തില്ല, N അറിയത്തില്ല, D അറിയത്തില്ല അല്ലെ. പക്ഷെ നമ്മൾ D ഇപ്പൊ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നമുക്ക് D മാത്രമേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് എന്തുവാ? A10 തന്നെ എടുക്കുക. അപ്പോൾ A10 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? A10 എന്ന് പറയുമ്പോൾ നമുക്ക് N കിട്ടി അല്ലെ. അപ്പൊ A10 = A ആണ് നമുക്ക് കിട്ടേണ്ടത്, പ്ലസ് N എന്ന് പറയുമ്പോൾ 10 - 1 × -5 അത്രയും കിട്ടി. A10ന്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. എത്രയാ? 56 അല്ലെ. 56 = A പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ 9 × -5 അല്ലെ. ഇനി ഇൻറ്റു ചെയ്യണം അല്ലെ. അപ്പോൾ 56 = A പ്ലസ് 9 × -5 എന്ന് പറയുമ്പോൾ എത്രയാ? -45 അല്ലെ. അപ്പം ഇനി -45 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് പോസിറ്റീവ് ആവും അല്ലെ. നെഗറ്റീവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോസിറ്റീവ് ആവും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 56 45 കൂടെ പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് A കിട്ടും. അപ്പോൾ A എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇതിനോട് പ്ലസ് ചെയ്തേ 101 എന്ന് കിട്ടും. അപ്പോൾ A നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? therefore ദ ഫസ്റ്റ് ടേം കിട്ടി അല്ലേ. ഫസ്റ്റ് ടേം ഈസ് എന്തുവാ? 101. സെറ്റ് അല്ലേ? അത്രയും കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്തുവാ? Write the first 5 terms of the sequence symbol. ഫസ്റ്റ് 5 ടേംസ് എഴുതാൻ ഇതിനെക്കാട്ടും വലിയ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തു. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ അതിനെക്കാട്ടും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് A1 നമുക്കറിയാം എന്തുവാ? 101. A2 കണ്ടുപിടിക്കണം, A5 വരെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 101 പ്ലസ് -5 അല്ലെ. നമ്മൾ അല്ലെ അടുത്ത ടേം കണ്ടുപിടിക്കുന്നത് പ്ലസ് പിന്നെ കോമൺ ഡിഫറൻസ് അല്ലെ. അടുത്ത ടേം ആകുമ്പോഴത്തേക്കും പ്ലസ് ഇടണം, എന്നിട്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് തുടങ്ങണം. കോമൺ ഡിഫറൻസ് അവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 96. ഇനി നമുക്ക് A3 ആണ് വേണ്ടത്. എന്തുവാണ്? 96 പ്ലസ് -5. അപ്പോൾ എത്ര കിട്ടും? 91 കിട്ടും. ഓക്കെ, ഇനി A4 വേണം. അപ്പം 91 പ്ലസ് -5. അപ്പോൾ എത്ര കിട്ടും? 86. ഇനി A5 വേണം. അപ്പോൾ 86 പ്ലസ് -5. അപ്പോൾ നമുക്ക് 81 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. therefore ദ ഫസ്റ്റ് 5 terms ഓഫ് ദ arithmetic sequence are ഏതൊക്കെയാടാ? 101,
101, 96, 96, 91, 91, 86, 86, 81. 81, എക്സെട്ര അല്ലേ? അങ്ങനെ പോകും. ഫസ്റ്റ് 5 ഇത് മാത്രം മതി അല്ലേ? നമുക്ക് കിട്ടി. അപ്പം ഇത്രയും സിമ്പിളായിട്ടുള്ള പാറ്റേൺസിലുള്ള നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുവാണ്. അടുത്ത പാർട്ടിൽ ജസ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വേരിയേഷൻ നല്ല രസത്തിൽ നമുക്ക് പഠിക്കാം. Okay. അപ്പം അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. Bye-bye.